Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ ആധുനിക രീതിയിലുള്ള ശ്മശാനം വരുന്നു. 3.07 കോടി രൂപയുടെ പദ്ധതിക്ക് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അംഗീകാരം നൽകി. പദ്ധതിക്ക് ഭരണാനുമതിയായതായി റോജി എം ജോൺ MLA അറിയിച്ചു. ഇംപാക്ട് കേരള ലിമിറ്റഡിനാണ് പദ്ധതി നിർവഹണ ചുമതല. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി 2 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള ഹാൾ ഉൾപ്പെടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പാവട്ടാട്ടുകുന്നിലാണ് ശ്മശാനം വരുന്നത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് കൺസൾട്ടിംഗ് കമ്പനിയായ സിനർജി കൺസൾട്ടൻസി വഴിയാണ് ഇതിനായുള്ള വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി കിഫ്ബിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത്. MLAയും പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ, വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പി, അംഗങ്ങളായ KP അയ്യപ്പൻ, റോയ് ഗോപുരത്തിങ്കൽ ഉൾപ്പെടെ പ്രതിനിധി സംഘം തിരുവനന്തപുരത്ത് കിഫ്ബി അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. പഞ്ചായത്തിൽ ഒരു പൊതുശ്മശാനം വേണമെന്ന കറുകുറ്റിക്കാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വിവിധ സംഘടനകൾ പൊതുശ്മശാനത്തിന് പലവട്ടം സമരം നടത്തുകയും ചെയ്തിരുന്നു. ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നായ കറുകുറ്റിയിൽ 17 വാർഡുകളിലായി 30,000-ഓളം പേരാണ് തിങ്ങിപ്പാർക്കുന്നത്. സംസ്കാരത്തിനായി സമീപത്തെ പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു ഇവിടുത്തുകാർക്ക്. ജില്ലയിലെ ഏറ്റവും വലിയ പട്ടികജാതി കോളനിയുള്ളതും കറുകുറ്റി പഞ്ചായത്തിലാണ്. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പാവട്ടാട്ടുകുന്നിൽ 1988-ൽ 55 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. ഇതിൽ 10 സെന്റ് സ്ഥലമാണ് പൊതുശ്മശാനത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.